എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഓരോ ടീച്ചേഴ്സും ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ബാറ്റിലേഴ്സിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ്, അതിന് മറ്റൊരു ടീച്ചർ ഒരിക്കലുമല്ല എൻ്റെ ടീമിലാണ് കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞ് അവർ പരസ്പരം ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കത്തിനൊടുവിൽ ടീച്ചേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുക്കും. ഒരു ബാറ്റിലേഴ്സ് പാർട്ടി അത് കണ്ടക്ട് ചെയ്യണം. മുൻപ് ഇതുപോലുള്ള പാർട്ടികൾ സ്കൂളിൽ നടന്നിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ഇയേഴ്സിന് അതിനെക്കുറിച്ച് അറിവില്ല. ആ കാര്യം കണക്കിലെടുത്ത് ടീച്ചേഴ്സ് എല്ലാവരും ആ ഒരു പാർട്ടിയെക്കുറിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ടീച്ചേഴ്സ് എല്ലാവരും സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് വരും. ബാറ്റ്ലേഴ്സ് പാർട്ടി അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ ഒരു ബാറ്റ്ലേഴ്സ് പാർട്ടി 3 ദിവസമാണ് ഉണ്ടാവുക. അവസാനത്തെ ദിവസം നിങ്ങളുടെ പാരന്റ്സിനോടൊപ്പം ആയിരിക്കും ഇത് നടത്തപ്പെടുക. ഏറ്റവും നന്നായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് നടത്തുന്ന ടീമിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും സമ്മാനമൊക്കെ ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ടീമിന് ഒരു റോയൽ പ്ലേസ് ആയിരിക്കും അവരുടെ ടീമിന് ഗിഫ്റ്റായിട്ട് കിട്ടുക. ആ ടീം ആവശ്യപ്പെടുന്ന അത്രയും ക്യാഷും ഫെസിലിറ്റിയും അവർക്ക് കൊടുക്കും. ടീം ലീഡറിന് 2 റാങ്ക് അധികമായിട്ട് കൊടുക്കും. കൂടെയുള്ളവർക്ക് ഓരോ റാങ്ക് വീതവും കൂടും. സോ എത്രയും വേഗവും ഏറ്റവും നന്നായിട്ട് നിങ്ങളിത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് എല്ലാ സ്റ്റുഡൻസിനും വിഷ് കൊടുത്ത് പറഞ്ഞയക്കുകയാണ്. അതിൽ ഒരു ടീമിലെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പോൾ അവരുടെ ടീംമേറ്റ്സിനെ മുഴുവൻ വിളിച്ചു നിർത്തും. ഡിയർ സ്റ്റുഡൻസ്, ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. സോ തീർച്ചയായിട്ടും നമ്മളിതിൽ വിജയിച്ചേ പറ്റൂ. അതിന് ബാക്കിയുള്ള സ്റ്റുഡൻസ് യെസ് സാർ എന്നൊക്കെ പറഞ്ഞ് ആൻസർ ചെയ്യുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിൽ വീക്കായിട്ട് പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് പണിഷ്മെന്റ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അവൻ ആ ടീംമേറ്റ്സിനെ മിരട്ടുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടും ഹാപ്പി ആയിട്ടും ആ ഫയർ വർക്ക്സ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യും. പച്ചമുടി പെണ്ണ് ക്ലാര അവളിപ്പോൾ ഒരു ഡോളിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവരോട് പറയും, നമുക്ക് എന്തുകൊണ്ട് ഈ ഫയർ വർക്ക്സിന്റെ ഇടയിൽ ഈ ഡോൾസിനൊക്കെ സെറ്റ് ചെയ്തുകൂടാ? അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കില്ലേ? ആസിനാണെങ്കിൽ അതൊക്കെ കേട്ട് ചത്താ മതിയെന്നാവും. ഇവൾ ഇങ്ങനെ ഒരു വട്ടത്തിയാണല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെ സ്നേക്കിനെ സമൻ ചെയ്ത് അവളെ തൂക്കിയെടുത്ത് അവിടുന്ന് ദൂരേക്ക് കൊണ്ടുപോകും. നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ ഫയർ വർക്ക്സ് അതൊക്കെ സെറ്റ് ചെയ്യുന്ന കണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് കളിയാക്കും. ഹീറോ പറയും, ഇതൊന്നും കണ്ട് നമ്മൾ ഡൗൺ ആവേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഔട്ട്പുട്ട് കണ്ട് ഇവരെല്ലാവരും ഷോക്കാവും. അതിരിക്കട്ടെ, നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ കണ്ണാടി പയ്യൻ അവനെവിടെ? അതിനാസ് പറയും, അവൻ അത്യാവശ്യമായിട്ട് എവിടേക്ക് പോയതാണ്, ഒരുപാട് നേരമായി ഇതുവരെ വന്നിട്ടില്ല. അതിന് ഹീറോ, കുഴപ്പമില്ല, ഞാൻ അവനെ കണ്ടുപിടിച്ച് എത്രയും വേഗം തിരികെ എത്താന്ന് പറഞ്ഞ് അവനെ അന്വേഷിച്ച് സ്കൂളിന്റെ മുക്കിലും മൂലയിലൂടെ അലയാണ്. കട്ട് ചെയ്ത നമ്മുടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ആ സ്കൂളിന്റെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരും. ഒരു ബട്ടൺ അവൻ പ്രസ് ചെയ്യും, ഉടനെ ഒരു ഷട്ടർ ഓപ്പൺ ആയി അവൻ അതിന്റെ അകത്തേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ. അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഒരു ബെഡിൽ വന്നിരുന്ന് തലേന്ന് അവന്റെ ബോസ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. ഇതാണ് പറ്റിയ അവസരം, നമുക്ക് എന്ത് വില കൊടുത്തും ആ സ്കൂള് അത് ഡിസ്ട്രോയ് ചെയ്യണം. ഞാൻ കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം ആ സാലമൺ അപ്പാപ്പൻ ആളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ പ്രോഗ്രാം തുടങ്ങാനായിട്ട് ബെല്ലടിക്കുന്ന സമയം തന്നെ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. സെൻട്രൽ പ്ലാസയിൽ വേണം ആ പൊട്ടിത്തെറി നടക്കാൻ. അവിടെ ഒരുപാട് പേര് മരിച്ചു വീണാൽ മാത്രമേ നമ്മുടെ മിഷൻ അത് സക്സസ് ആവൂ. അതിനെല്ലാം നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു വലിയ മെഷീൻ അത് യൂസ് ചെയ്യണം. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പം ആ മിഷൻ അത് കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് ഞങ്ങളുടെ ഡ്രീം മിഷൻ, ഇതെനിക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ആ മെഷീൻസിൽ എന്തൊക്കെയോ കണക്ഷനൊക്കെ കൊടുത്ത് അത് എനേബിൾ ചെയ്യാനായിട്ട് ആരംഭിക്കും. അടുത്ത നിമിഷം ഡോർ തുറന്ന് നമ്മുടെ ഹീറോ അവിടേക്ക് വരികയാണ്. ഹീറോയെ കണ്ട് കണ്ണാടി പയ്യൻ ഷോക്കാവും. ഹീറോ ചോദിക്കും, നീ ഇത്ര നേരവും ഇവിടെ ഇരിക്കുകയായിരുന്നു, നീ എന്താ ചെയ്യണേ? അതിനവൻ പറയും, നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? അതിന് ഹീറോ, ആസാണ് പറഞ്ഞത് നീ എന്തോ ഇമ്പോർട്ടന്റ് കാര്യത്തിന് ഇവിടേക്ക് വന്നുവെന്ന്, അതുകൊണ്ടാണ് ഞാനും നിന്നെ അന്വേഷിച്ച് ഇപ്പൊ ഇവിടെ എത്തിയത്. കണ്ണാടി പയ്യനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അതിരിക്കട്ടെ, നീ എങ്ങനെ ഈ സീക്രട്ട് പ്ലേസ് കണ്ടെടുത്തു? ഈ സീക്രട്ട് പ്ലേസ് അത് കണ്ടുപിടിച്ചു. അതിന് ഹീറോ പറയും, ഈ റിംഗ് ആണ് എന്നെ കറക്റ്റ് ആയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഓ ഐ സി, ഓക്കെ, നിനക്ക് ഞാൻ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കണ്ണാടി പയ്യൻ ഇപ്പൊ അവിടെയുള്ള ഓരോ സാധനങ്ങൾ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. നമ്മുടെ സീനിയേഴ്സ് നമുക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു സീക്രട്ട് പ്ലേസ് ആണ് ഇതൊക്കെ. നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനൊരു കയറിൽ പിടിച്ച് വലിക്കും. അടുത്ത സെക്കൻഡ് അവർ രണ്ടുപേരും ഇപ്പൊ ആ സ്കൂളിന്റെ ടോപ്പിലെത്തും. അവൻ ദൂരത്തായിട്ട് ഒരു ബെല്ല് കാണിച്ചു കൊടുക്കും. അതാണ് ആ കാണുന്നതാണ് ബെൽ ഓഫ് സെറിമണി. ആ ബെല്ലടിച്ചാണ് ഈ ഒരു ബാച്ചിലേഴ്സ് പാർട്ടി അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഹീറോ ഇപ്പൊ കാലിഗോ ടീച്ചറിനെ കാണും. ആളുടെ തൊട്ടു പിന്നാലെ ആ പുതിയ ടീച്ചർ ആളോടി വന്ന് കാലിഗോയെ കളിയാക്കുകയാണ്. കാലിഗോയ്ക്കാണെങ്കിൽ ആ പുതിയ ടീച്ചറുടെ സംസാരവും ബിഹേവിയറൊന്നും തീരെ ഇഷ്ടാവില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം.
ആരിഗോയ്ക്ക് കൺട്രോൾ പോയി ആ പുതിയ ടീച്ചറിനെ അടിച്ച് താഴെയിട്ട് അവിടുന്ന് കടന്നു പോവാണ്. അതേസമയം ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ അവരുടെ തർക്കവും അടിയൊക്കെ കണ്ട് ഒരുപാട് ചിരി വരും. കണ്ണാടി പയ്യൻ ഇപ്പൊ നിലവിളിച്ചു പറയും, നിങ്ങൾ എല്ലാവരും വിഡ്ഢികളാണ്, ഇതോടുകൂടെ നിങ്ങൾ അവസാനിക്കാൻ പോവാണ്. ഹീറോ ഷോക്കായിട്ട് ചോദിക്കും, നീ എന്താ ഈ പറയണേ? അതിനവൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു ഏരിയ വിട്ട് പുറത്തേക്ക് പോവില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും അതാരും കേൾക്കില്ല. ഇപ്പൊ തന്നെ ഇത്ര ഉച്ചത്തിൽ ഞാൻ നിലവിളിച്ചിട്ടും അവിടെ ആരെങ്കിലും കേട്ടോ? അവരാരെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിന് റിയാക്ട് ചെയ്തോ? നീ തന്നെ അവിടേക്ക് നോക്ക്, നീ അവിടേക്ക് നോക്ക്. എല്ലാ ഡീമൻസും ഇപ്പൊ ഈക്വൽ അല്ലേ, ആരും ഒരാളുടെയും മുകളിലാണെന്ന് തോന്നില്ല. ആക്ച്വലി ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ഡീമൺ വേൾഡ് ആണ്, എനിക്ക് വേണ്ടതും ഇങ്ങനെ ഒരു ഡീമൺ വേൾഡ് ആണെന്ന് പറഞ്ഞ് അവൻ ഹീറോയെ നോക്കും. ഹീറോ അവൻ പറയുന്നൊക്കെ ശ്രദ്ധിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴായിരിക്കും അവന്റെ മൂക്കിലൂടെയും വായിലൂടെയും ബ്ലഡ് വരുന്നത് ഹീറോ കാണാം. കാം ഡൗൺ, നിന്റെ വായിലൂടെ ബ്ലഡ് വരികയാണ്, നീ എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യേ. അതിന് കണ്ണാടിപ്പയ്യൻ പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, ആക്ച്വലി നിനക്ക് നല്ല ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിന്നോട് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. നിനക്കും എന്നെ പോലെ മാജിക് പവർ ഒക്കെ വളരെ കുറവായിരുന്നെങ്കിൽ എന്റെ ടീമിൽ ഞാൻ നിന്നെ ചേർത്തേനെ. ഉടനെ ഹീറോ ആണെങ്കിൽ അല്പനേരം എന്തൊക്കെയോ ആലോചിച്ചിരിക്കും. അതിനുശേഷം അവന്റെ കൈ പിടിച്ച് പറയും, വായോ, നമുക്ക് എത്രയും വേഗം നമ്മുടെ ഫയർ വർക്ക്സ് അത് കംപ്ലീറ്റ് ചെയ്യണം, ഫസ്റ്റ് പ്രൈസ് അത് നമ്മൾ തന്നെ നേടണം. അതിനവൻ പറയും, ഒരിക്കലുമില്ല, നമ്മളെ കഴിഞ്ഞും ഹൈ റാങ്കിങ്സിലുള്ള ഒരുപാട് ടീമുകളുണ്ട്, അവരുടെ ഒന്നും 7 അയലത്ത് നമുക്ക് എത്താനായിട്ട് കഴിയില്ല, സോ ആ പ്രതീക്ഷയൊന്നും നിനക്ക് വേണ്ട. അതിന് ഹീറോ ആണെങ്കിൽ അടിച്ചു പറയും, ഒരിക്കലുമില്ല, ഇത്തവണ ഫസ്റ്റ് പ്രൈസ് അത് നമുക്കുള്ളതാണ്, ഹൈ റാങ്കിങ്സിലുള്ളവര് നമ്മുടെ പെർഫോമൻസ് കണ്ട് തീർച്ചയായിട്ടും ഞെട്ടും, ആ ഫസ്റ്റ് പ്രൈസ് നമ്മൾ തന്നെ അടിച്ചെടുക്കും. ഹീറോയുടെ ഈ കോൺഫിഡൻസും സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവൻ ഒരു സെക്കൻഡ് അവന്റെ കുട്ടിക്കാലം ഓർമ്മ വരും. അവന്റെ ചെറുപ്പകാലത്തിൽ അവനും ഹീറോയെ പോലെ തന്നെയായിരുന്നു. അന്ന് അവന്റെ കൂട്ടിന് ഒരു പെൺകുട്ടി അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ ഹീറോയോട്, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് എത്രയും വേഗം അതിന് ശ്രമിക്കാമെന്ന് പറഞ്ഞ് അവിടേക്ക് പോവും. നമ്മുടെ ആൾക്കാരെ കണ്ട് ഇപ്പോ പച്ചമുടി പെണ്ണും ആസും അവര് തുള്ളിച്ചാടും. പച്ചമുടി പെണ്ണാണെങ്കിൽ ഓൾറെഡി അവിടെ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഹീറോയ്ക്ക് അത് കുറച്ച് ഇഷ്ടമാവും. ഓക്കെ, നമുക്ക് എത്രയും വേഗം ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരിപ്പോ അതിൽ വർക്കിൽ ഏർപ്പെടും. അപ്പൊ അതേസമയം ഇപ്പൊ വലിയൊരു അനൗൺസ്മെന്റ് അത് അങ്ങനെ ഉയരുകയാണ്. ബാറ്റ്ലേഴ്സ് പാർട്ടി അത് സ്റ്റാർട്ട് ആവാൻ പോവുകയാണ് എന്ന അനൗൺസ്മെന്റ് ആയിരിക്കും ഇപ്പൊ വലിയ ഉച്ചത്തിൽ ഉയരുക. അനൗൺസ്മെന്റ് അങ്ങനെ വലിയ ശബ്ദത്തിൽ മുഴങ്ങും. ബാച്ചിലേഴ്സ് പാർട്ടി അത് സ്റ്റാർട്ടാവും. എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരുന്ന ആ ഒരു വലിയ പാർട്ടി അതിപ്പോ വലിയ ആഘോഷങ്ങളോടെ നടക്കാൻ പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആസ് ആണെങ്കിൽ വീട്ടിൽ ബാച്ചിലേഴ്സ് പാർട്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇനി 3 ദിവസത്തേക്ക് ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ പച്ചമുടി പെണ്ണ് അവൾ ആ ബാച്ചിലേഴ്സ് പാർട്ടിയെ കുറിച്ച് വീട്ടിൽ പറയും. അത് കേട്ട് അവളുടെ സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരും അവളുടെ കാല് പിടിച്ച് വെക്കുകയാണ്. ഞങ്ങൾക്കും നിന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് അവർ ബഹളം വെക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജിമ്മൻ പയ്യനെ അവന്റെ ബ്രദർ വിളിച്ചു പറയും, ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മുടെ പപ്പയ്ക്ക് നിന്റെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് വരാനായിട്ട് കഴിയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹീറോയെ കാണിക്കും. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഹീറോയെ ആശ്വസിപ്പിക്കുകയാണ്, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഗ്രാൻഡ് പേ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ആള് ഭയങ്കരമായിട്ട് സർപ്രൈസ് തരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, സോ തീർച്ചയായിട്ടും ബാച്ചിലേഴ്സ് പാർട്ടിയുടെ ടൈം അദ്ദേഹം നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഹീറോയെ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ഫുൾ കലിപ്പിൽ ടെററായിട്ട് പറയും, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന കാര്യം അത് തീർച്ചയായിട്ടും സക്സസ് ആവും എന്നുറപ്പിച്ച് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.